ഇത് താങ്കളുടെ കിടക്കയാണോ? ഞാൻ എന്റെ കിടക്കയിൽ ഉറങ്ങുന്നു. നാം കസേരയിൽ ഇരിക്കുന്നു. എന്റെ പുസ്തകങ്ങൾ മേശപ്പുറത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഈ അടുക്കള നല്ലതല്ല എന്നിങ്ങനെ ഒരു ദിവസം നമ്മൾ മലയാളത്തിൽ അനവധി തവണ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇത് എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് അറിയാത്തതല്ലേ. എന്നാൽ വളരെ സിമ്പിൾ ആയി നമുക്കിത് ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റിയാലോ? നോക്കി നോക്കല്ലേ. ഇത് താങ്കളുടെ കിടക്കയാണോ? ഞാൻ എന്റെ കിടക്കയിൽ ഉറങ്ങുന്നു. നാം കസേരയിൽ ഇരിക്കുന്നു. എന്റെ പുസ്തകങ്ങൾ മേശപ്പുറത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഈ അടുക്കള നല്ലതല്ല. ഇത് താങ്കളുടെ കിടക്കയാണോ? ഈസ് ദിസ് യുവർ ബെഡ്? എന്താണ് കിടക്കയ്ക്ക് എന്താ പറയുക? ബെഡ്. ഇതൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഈസ് ദിസ് യുവർ ബെഡ്? ഇത് താങ്കളുടെ കിടക്കയാണോ? ഞാൻ എന്റെ കിടക്കയിൽ ഉറങ്ങുന്നു. ഐ സ്ലീപ്പ്. ഉറങ്ങുക എന്നുള്ള ഇംഗ്ലീഷ് എന്താണ്? സ്ലീപ്പ്. ഐ സ്ലീപ്പ് ഓൺ മൈ ബെഡ്. ഞാൻ എന്റെ കിടക്കയിൽ ഉറങ്ങുന്നു. ഐ സ്ലീപ്പ് ഞാൻ ഉറങ്ങുന്നു. ഓൺ മൈ ബെഡ് എന്റെ കിടക്കയിൽ. നാം കസേരയിൽ ഇരിക്കുന്നു. നാം കസേരയിൽ ഇരിക്കുന്നു. വി സിറ്റ് ഓൺ ദ ചെയർ. വി സിറ്റ് ഓൺ ദ ചെയർ. എന്റെ പുസ്തകങ്ങൾ മേശപ്പുറത്ത് ഉണ്ട്. മൈ ബുക്സ് ആർ ഓൺ ദ ടേബിൾ. മേശയ്ക്ക് എന്താ പറയാ? ടേബിൾ. അപ്പൊ ബുക്കിന് എന്താ പറയുക? ബുക്സ്. എന്താണ്? മൈ ബുക്സ് എന്റെ പുസ്തകങ്ങൾ. ആർ ഓൺ ദ ടേബിൾ എന്റെ പുസ്തകങ്ങൾ മേശപ്പുറത്തുണ്ട്. ഈ അടുക്കള നല്ലതല്ല. ദിസ് കിച്ചൺ ഈസ് നോട്ട് ഗുഡ്. എന്താണ്? ഈ അടുക്കള നല്ലതല്ല. ദിസ് കിച്ചൺ ഈസ് നോട്ട് ഗുഡ്. കണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കി നോക്കാം അല്ലേ. എന്താണ്? ഇത് താങ്കളുടെ കിടക്കയാണോ? ഈസ് ദിസ് യുവർ ബെഡ്? ഈസ് ദിസ് യുവർ ബെഡ്? ഇത് താങ്കളുടെ കിടക്കയാണോ? ഞാൻ എന്റെ കിടക്കയിൽ ഉറങ്ങുന്നു. ഐ സ്ലീപ്പ് ഓൺ മൈ ബെഡ്. ഐ സ്ലീപ്പ് ഓൺ മൈ ബെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്റെ കിടക്കയിൽ ഉറങ്ങുന്നു. നാം കസേരയിൽ ഇരിക്കുന്നു. നാം കസേരയിൽ ഇരിക്കുന്നു. വി സിറ്റ് ഓൺ ദ ചെയർ. എന്താണ്? വി സിറ്റ് ഓൺ ദ ചെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നാം കസേരയിൽ ഇരിക്കുന്നു. വി സിറ്റ് ഓൺ ദ ചെയർ. വി സിറ്റ് ഓൺ ദ ചെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നാം കസേരയിൽ ഇരിക്കുന്നു. എന്റെ പുസ്തകങ്ങൾ മേശപ്പുറത്തുണ്ട്. മൈ ബുക്സ് ആർ ഓൺ ദ ടേബിൾ. എന്റെ പുസ്തകങ്ങൾ മേശപ്പുറത്തുണ്ട്. മൈ ബുക്സ് ആർ ഓൺ ദ ടേബിൾ. ഈ അടുക്കള നല്ലതല്ല. ദിസ് കിച്ചൺ ഈസ് നോട്ട് ഗുഡ്. ദിസ് കിച്ചൺ ഈസ് നോട്ട് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അടുക്കള നല്ലതല്ല. കണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അപ്പൊ പലപ്പോഴൊക്കെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ടല്ലേ. വളരെ സിമ്പിൾ ആയി നമ്മൾ ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കൊരു 6 എക്സാംസ് നോക്കി നോക്കാം അല്ലേ. ഇത് താങ്കളുടെ മുറിയാണോ? നമ്മുടെ അടുക്കള വളരെ ചെറുതാണ്. നമ്മുടെ ലിവിംഗ് റൂം വളരെ വലുതാണ്. എന്റെ മുറിയിൽ 2 വാതിലുകളുണ്ട്. എന്റെ അമ്മ ലിവിംഗ് റൂമിൽ ഇരുന്ന് TV കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ ലിവിംഗ് റൂമിൽ 3 ജനലുകളുണ്ട് എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ടല്ലോ. പക്ഷെ ഇത് എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് അറിയാത്തതല്ലേ. എന്നാൽ വളരെ സിമ്പിൾ ആയി നമുക്ക് ഇത് ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റി നോക്കാം അല്ലേ. ഇത് താങ്കളുടെ മുറിയാണോ? ഈസ് ദിസ് യുവർ റൂം? എന്താണ്? ഇത് താങ്കളുടെ മുറിയാണോ? ഈസ് ദിസ് യുവർ റൂം? നമ്മുടെ അടുക്കള വളരെ ചെറുതാണ്. അവർ നമ്മുടെ കിച്ചൺ അടുക്കള ഈസ് വെരി സ്മാൾ. നമ്മുടെ അടുക്കള വളരെ ചെറുതാണ്. അവർ കിച്ചൺ ഈസ് വെരി സ്മാൾ. നമ്മുടെ ലിവിംഗ് റൂം വളരെ വലുതാണ്. അവർ ലിവിംഗ് റൂം ഈസ് വെരി ബിഗ്. എന്താണ്? നമ്മുടെ ലിവിംഗ് റൂം വളരെ വലുതാണ്. അവർ ലിവിംഗ് റൂം ഈസ് വെരി ബിഗ്. എന്റെ മുറിയിൽ 2 വാതിലുകളുണ്ട്. എന്താണ്? എന്റെ മുറിയിൽ 2 വാതിലുകളുണ്ട്. മൈ റൂം ആസ് 2 ഡോർസ്. മൈ റൂം ആസ് 2 ഡോർസ്. എന്താണ്? ഡോറുകൾ. എന്താണ്? എന്റെ അമ്മ ലിവിംഗ് റൂമിൽ ഇരുന്ന് TV കാണാറുണ്ട്. മൈ മദർ. കണ്ടോ? അവിടെ 6 അല്ലേ. എന്താണ്? മൈ മദർ വാച്ചസ് ദ TV ഇൻ ദ ലിവിംഗ് റൂം. മൈ മദർ വാച്ചസ് ദ TV ഇൻ ദ ലിവിംഗ് റൂം. ഈ ലിവിംഗ് റൂമിൽ 3 ജനലുകളുണ്ട്. എന്താണ്? ഈ ലിവിംഗ് റൂമിൽ 3 ജനലുകളുണ്ട്.
This living room has two windows. ജനലുകൾക്ക് എന്താ പറയാ? Windows. ഈ ലിവിംഗ് റൂമിൽ 3 ജനലുകൾ ഉണ്ട്. This living room has two windows. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? ഒന്നുകൂടെ നോക്കി നോക്കേ അല്ലേ? ഇത് താങ്കളുടെ മുറിയാണോ? Is this your room? Is this your room? ഇത് താങ്കളുടെ മുറിയാണോ? നമ്മുടെ ലിവിംഗ് റൂം വളരെ വലുതാണ്. Our living room is very big. Our living room is very big. എന്റെ മുറിയിൽ 2 വാതിലുകളുണ്ട്. My room has 2 doors. My room has 2 doors. എന്റെ മുറിയിൽ 2 വാതിലുകളുണ്ട്. എന്റെ അമ്മ ലിവിംഗ് റൂമിൽ ഇരുന്ന് ടിവി കാണാറുണ്ട്. My mother watches the TV in the living room. ഈ ലിവിംഗ് റൂമിൽ 3 ജനലുകളുണ്ട്. This living room has 2 windows. This living room has 2 windows. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഇനി നമുക്കൊരു 3-4 എക്സാമ്പിൾസ് നോക്കി നോക്കാം അല്ലേ? ഈ വീട്ടിൽ ഒരു അടുക്കളയുണ്ട്. ഈ വീട്ടിൽ 2 കുളിമുറികളുണ്ട്. അടുക്കള എവിടെയാണ്? കുളിമുറി എവിടെയാണ്? അതുപോലെ തന്നെ ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യാറുണ്ട്. ഈ വീട്ടിൽ 4 മുറികളുണ്ട് എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ടല്ലോ. പക്ഷെ ഇത് എങ്ങനെയാണ് നമുക്ക് വളരെ സിമ്പിൾ ആയി നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് അറിയാത്തത് അല്ലേ? നോക്കി നോക്കാം. ഈ വീട്ടിൽ ഒരു അടുക്കളയുണ്ട്. There is a kitchen. There is a kitchen in this house. There is a kitchen in this house. ഈ വീട്ടിൽ ഒരു അടുക്കളയുണ്ട്. ഈ വീട്ടിൽ 2 കുളിമുറികളുണ്ട്. There is a 2 bathrooms in this house. എന്താണ്? There is a 2 bathrooms in this house. അടുക്കള എവിടെയാണ്? Where is the kitchen? അടുക്കള എവിടെയാണ്? Where is the kitchen? കുളിമുറി എവിടെയാണ്? Where is the bathroom? എന്താണ്? Where is the bathroom? ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യാറുണ്ട്. I cook in the kitchen. I cook in the kitchen. ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യാറുണ്ട്. ഈ വീട്ടിൽ 4 മുറികളുണ്ട്. This house has 4 എന്താണ്? This house has 4 rooms. എന്താണ്? This house has 4 rooms. എന്താണ്? ഈ വീട്ടിൽ ഒരു അടുക്കളയുണ്ട്. There is a kitchen in this house. There is a kitchen in this house. ഈ വീട്ടിൽ ഒരു അടുക്കളയുണ്ട്. ഈ വീട്ടിൽ 2 കുളിമുറികളുണ്ട്. There is a 2 bathrooms in this house. There is a 2 bathrooms in this house എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വീട്ടിൽ 2 കുളിമുറികളുണ്ട്. അടുക്കള എവിടെയാണ്? Where is the kitchen? അടുക്കള എവിടെയാണ്? Where is the kitchen? Where is the kitchen? അടുക്കള എവിടെയാണ്? എന്താണ്? കുളിമുറി എവിടെയാണ്? Where is the bathroom? Where is the bathroom? കുളിമുറി എവിടെയാണ്? ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യാറുണ്ട്. I cook in the kitchen. I cook in the kitchen. ഈ വീട്ടിൽ 4 മുറികളുണ്ട്. This house has 4 rooms. This house has 4 rooms. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അപ്പൊ പലപ്പോഴൊക്കെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടി സ്വപ്നമാണ് അല്ലേ? ഒട്ടും അറിയാത്തവർക്ക് ഇനി ഞാൻ എങ്ങനെ പഠിക്കുക? ഇനി ഞാൻ ആരോട് ചോദിച്ചാണ് പഠിക്കുക? എനിക്ക് ഇനി ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുമോ? ഞാൻ ഒന്നിലേറെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനങ്ങളിലൊക്കെ പോയി ജോയിൻ ചെയ്തിട്ടും എനിക്ക് വേണ്ട വിധത്തിൽ കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഇനി ഞാൻ എവിടെ പോയിട്ടാണ് പഠിക്കുക? എനിക്ക് ഇനി നല്ല റെപ്യൂട്ടഡ് കമ്പനിയിലൊക്കെ ജോലി കിട്ടണമെങ്കിൽ, എനിക്ക് യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ എത്തിപ്പെടണമെങ്കിൽ, എനിക്ക് നല്ല എന്താ പറയാ കമ്പനിയിലൊക്കെ ജോലി കിട്ടണമെങ്കിലൊക്കെ എന്താ പറയാ അത്യാവശ്യത്തിന് ഇംഗ്ലീഷ് അറിയണമല്ലോ എന്നൊക്കെ ആലോചിച്ച് ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഈ വീഡിയോസ് തുടക്കം മുതൽ നിങ്ങൾ കണ്ടുവന്ന് നോക്കൂ. നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കുവാനും നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുവാനും ഈ ഒരു വീഡിയോ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതായിരിക്കും. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.